ഹലോ മൈ ഗൈസ്. അപ്പം നമ്മളിന്ന് പാണത്തൂരാണ് കേട്ടോ ഉള്ളത്, കാസർഗോഡ് ജില്ലയിലാണ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് അമ്മമ്മയുടെ അമ്മേനെ കാണാൻ വേണ്ടിയിട്ടാണ്, അതായത് നമ്മുടെ അമ്മച്ചീനെ കാണാൻ വേണ്ടിയിട്ടാണ്. വെല്ലമ്മച്ചീനെ കാണാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ പറമ്പിൽ നിറച്ചും തേങ്ങയൊക്കെ വീണെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ പെറുക്കാൻ പോയതാണ്. അതൊക്കെ പെറുക്കിയിട്ട് കുറച്ച് നമുക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചാക്കൊക്കെ എടുത്തിട്ട് നമ്മൾ ഇറങ്ങി. അങ്ങനെ കുറേ പൊങ്ങൊക്കെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. പൊങ്ങൊക്കെ അവിടെ നിന്ന് തന്നെ പൊട്ടിച്ച് കഴിച്ചു. നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാത്തിനും അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ടായിരുന്നു. കുറേ പൊങ്ങുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അങ്കിൾ കയറിയിട്ട് കുറേ കരിക്കൊക്കെ ഇട്ടു കേട്ടോ. നല്ല ഇരുട്ടായതുകൊണ്ട് അധികം ക്ലാരിറ്റി ഒന്നും പ്രതീക്ഷിക്കേണ്ട നിങ്ങൾ. പിന്നെ കാടിൻ്റെ നടുക്ക് തന്നെ ഒരു വീടുണ്ട് കേട്ടോ. അവിടെ ആൾതാമസമൊന്നും ഇല്ലാത്ത വീടാണ്. പിന്നെ കരിക്കൊക്കെ ഒരു ഏട്ടൻ ഇട്ടു. അവിടെ തന്നെ നമ്മൾ കുടിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ചെണ്ണം അങ്ങോട്ടൊക്കെ കൊണ്ടുപോയി ഷാളിലൊക്കെ കെട്ടിയിട്ടാണ് കൊണ്ടുപോയത്. ഷാളിലും കയ്യിലൊക്കെ ആയിട്ട് നമ്മൾ എടുത്തുകൊണ്ട് പോയി. നല്ല കരിക്കായിരുന്നു. പിന്നെ ആ കാടിലെ അടുത്തുള്ള ആ വീട്ടിൽ ഒരു മരത്തിൽ നിറച്ചും ചാമ്പക്ക ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ചാമ്പയൊക്കെ പറിച്ച് നല്ല മധുരം ഉണ്ടായിരുന്നു. എല്ലാവരുടെ കയ്യിലും കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഞാനിതാ മുമ്പേ ചാമ്പക്ക എന്നോട് നടക്കുകയാണ് കേട്ടോ. പുറകിലാണെങ്കിൽ അർച്ചനേച്ചി കരിക്കും ചാമ്പയൊക്കെ പിടിച്ചിട്ട് നടന്നു വരുന്നുണ്ട്. പിന്നെ ഇവിടെ വലിയൊരു പുഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെപ്പോഴും വരുമ്പോൾ അവിടെ നീന്താനും കുളിക്കാനൊക്കെ പോകണതാണ്. ബട്ട് ഇപ്രാവശ്യം പറ്റിയില്ല കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ തേങ്ങ പൊട്ടിക്കുന്ന സാധനം എടുത്തിട്ടാണ് പോയത്. അതുകൊണ്ട് അപ്പം തന്നെ തേങ്ങയൊക്കെ പൊതിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പൊതിച്ചിട്ടാണ് കേട്ടോ ചാക്കിലിട്ടത്. അപ്പോൾ വെയിറ്റ് കുറയുമല്ലോ. പിന്നെ പൊങ്ങൊക്കെ അവിടെ നിന്ന് തന്നെയാണ് പൊട്ടിച്ചത്. കല്ലൊന്നും അധികം ഉണ്ടായിരുന്നില്ല. കുറച്ചൊക്കെ നമ്മൾ കല്ലിലെറിഞ്ഞ് പൊട്ടിച്ചു. പൊങ്ങ് അധികം ഇല്ലായിരുന്നു, എങ്കിലും കരിക്ക് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പോകുന്ന വഴിക്ക് തന്നെ ഒരു വാഴ ഉണ്ട്. ആ വാഴയിൽ വാഴേൻ്റെ കൂമ്പൊക്കെ ഒടിച്ചെടുത്തു. പിന്നെ അവിടെ ഒരു ഗുഹ പോലെയുള്ളൊരു കിണറുണ്ട് കേട്ടോ. ചാമ്പ അത്യാവശ്യം തന്നെ കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഗൈസ്, അങ്കിളിന് 60 വയസ്സുണ്ട്. ബട്ട് അങ്കിൾ എപ്പോഴും ഭയങ്കര സ്മാർട്ടാണ് കേട്ടോ. 60-ആം വയസ്സിലും തെങ്ങ് കയറ്റും. അത് കുറങ്ങാൻ കൊണ്ടുപോയതല്ലേ? അത് കണ്ടാൽ കുറങ്ങാൻ കൊണ്ടുപോയി. പിന്നെ ആ വീട് ഒരു മൂവീൻ്റെ ഒക്കെ ഒരു വൈബ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അഡ്വഞ്ചർ, നല്ല വൈബ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ കാട് അങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അവിടെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ കസിൻസ് എല്ലാവരും വിദേശത്താണ്. ഇന്ന് അങ്കിൾമാരും ആൻറ്റിമാരൊക്കെ ഉണ്ടായിട്ടുള്ളൂ. എല്ലാവരും ഒരുമിച്ച് കിട്ടുന്ന നിമിഷം അപൂർവമാണ് കേട്ടോ. വലിയ ഫങ്ഷൻസിനൊക്കെയാണ് എല്ലാവരും ഒത്തുകൂടുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ ഷിജി ആൻറ്റീൻ്റെ വീട്. നമ്മൾ വരുമ്പോഴേക്ക് ആൻറ്റി കപ്പയും ചക്കയും ചിക്കനും ബീഫും എല്ലാം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.